നമസ്കാരം. 30-ലധികം ഭീകരർ കൊല്ലപ്പെട്ടതായി പരസ്യമായി സമ്മതിച്ച് പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നിരോധിത ഭീകര സംഘടനയായ ലഷ്കർ-ഇ-തൊയ്ബ. ഭീകര സംഘടനയുടെ പ്രമുഖ നേതാവും കൂട്ടാളിയുമായ റിസ്വാൻ ഹനീഫിന്റെ വെളിപ്പെടുത്തലുകൾ അടങ്ങിയ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ്. അടുത്ത കാലത്തായി പാകിസ്ഥാന്റെ മണ്ണിൽ ലഷ്കർ-ഇ-തൊയ്ബ നേരിട്ട കനത്ത നാശനഷ്ടങ്ങളുടെയും തിരിച്ചടികളുടെയും വ്യക്തമായ സ്ഥിരീകരണമാണ് ഈ പരസ്യമായ കുറ്റസമ്മതം. തങ്ങളുടെ ആളുകളെ ഓരോരുത്തരെയായി വേട്ടയാടി പിടിപ്പിക്കുന്ന സംഘത്തിന് പിന്നിൽ ഇന്ത്യയാണെന്നാണ് ഭീകര നേതാവിന്റെ പ്രധാന ആരോപണം. അജ്ഞാത തോക്കുധാരികളെ ഉപയോഗിച്ച് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയാണ് ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് ഹനീഫ് തന്റെ പ്രസംഗത്തിൽ ആരോപിക്കുന്നു. പാക് അധിനിവേശ കാശ്മീരിലെ മുസാഫറാബാദ്, റാവൽകോട്ട് എന്നിവിടങ്ങളിലുമാണ് ലഷ്കർ-ഇ ഭീകരർ കൃത്യമായ ആസൂത്രണത്തോടെ വധിക്കപ്പെട്ടത്. പാകിസ്ഥാൻ ഇന്ന് സ്വന്തം മണ്ണിൽ തന്നെ സുരക്ഷിതരല്ലാതായിരിക്കുന്നു. ലഷ്കർ-ഇ-തൊയ്ബയെ പോലുള്ള നിരോധിത സംഘടനകളുടെ ഉന്നത നേതൃത്വം പോലും ഇപ്പോൾ ഭയത്തിന്റെ നിഴലിലാണ് ജീവിക്കുന്നത്. പാക് ഭരണകൂടവും മിലിറ്ററിയും രഹസ്യാന്വേഷണ വിഭാഗങ്ങളായ ISIയും എത്രയൊക്കെ കനത്ത സുരക്ഷയൊരുക്കിയാലും തങ്ങളെ വേട്ടയാടാൻ ശക്തമായൊരു സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം അവരെ ഭയപ്പെടുത്തുന്നു. റിസ്വാൻ ഹനീഫിന്റെ പരസ്യമായ കുറ്റസമ്മതം ഈ ഒരു ഭയത്തിന്റെ ആഴം വ്യക്തമാക്കുന്നതാണ്. സ്വന്തം താവളങ്ങളിൽ പോലും ഇനിയൊരു സുരക്ഷിതത്വം ഇല്ലെന്ന തിരിച്ചറിവിലാണ് ഭീകരവാദികൾ. പാകിസ്ഥാനിലെ വിവിധ നഗരങ്ങളിൽ വെച്ച് ലഷ്കർ-ഇ-തൊയ്ബയുടെയും മറ്റ് തീവ്രവാദ സംഘടനകളുടെയും കമാൻഡർമാർ തുടർച്ചയായി വധിക്കപ്പെട്ടതിനു കാരണം ഇന്ത്യയാണെന്നാണ് ഭീകര സംഘടനകൾ പറയുന്നത്. ആരെന്ന് തിരിച്ചറിയാനാവാത്തതോ അല്ലെങ്കിൽ കൃത്യമായ വിവരങ്ങളോടെ എത്തുന്നതോ ആയ അജ്ഞാത തോക്കുധാരികളാണ് ഈ ഓപ്പറേഷന് പിന്നിലെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കറാച്ചി, പെഷവാർ, റവൽപിണ്ടി തുടങ്ങിയ പ്രധാന നഗരങ്ങളിലും പാക് അധിനിവേശ കാശ്മീരിലും ഒരേ ശൈലിയിലാണ് ഈ വധങ്ങളെല്ലാം നടന്നിട്ടുള്ളത്. ഒരു കാലത്ത് തീവ്രവാദികൾക്ക് അല്ലെങ്കിൽ ഭീകരവാദികൾക്ക് ഏറ്റവും സുരക്ഷിതമായ സങ്കേതമായിരുന്നു പാകിസ്ഥാനും പാക് അധിനിവേശ കാശ്മീരും. എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഈ സാഹചര്യം മറിഞ്ഞിരിക്കുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ നടത്തുന്ന ശക്തമായ നയതന്ത്ര നീക്കങ്ങളും രാജ്യത്തിന്റെ സുരക്ഷാ തന്ത്രങ്ങളിലെ മാറ്റങ്ങളും ശത്രുക്കളുടെ ഉറക്കം കെടുത്തുന്നുണ്ട്. ഭീകരവാദികൾക്ക് ഇനി പാകിസ്ഥാനിൽ പോലും ഒളിച്ചിരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ഇത് പാക് ഭരണകൂടത്തിനും സൈന്യത്തിനും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ നയങ്ങളിൽ വന്നിട്ടുള്ള ദീർഘവീക്ഷണമുള്ള മാറ്റങ്ങളാണ് ഇത്തരം നിർണായക നീക്കങ്ങൾക്ക് പിന്നിലെന്ന് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നു. രാജ്യം നേരിടുന്ന ഭീഷണികളെ പ്രതിരോധിക്കുന്നതിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഇന്ത്യ സ്വീകരിക്കുന്നത്. രാജ്യത്തിന്റെ പരമാധികാരത്തെയും സമാധാനത്തെയും വെല്ലുവിളിക്കുന്ന ശക്തികൾക്ക് എവിടെയായാലും ശക്തമായ മറുപടി ലഭിക്കുമെന്ന സന്ദേശമാണ് ഈ സംഭവ വികാസങ്ങൾ നൽകുന്നത്. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ കേന്ദ്ര സർക്കാർ കാണിക്കുന്ന ഇച്ഛാശക്തി പ്രശംസനീയമാണ്. ലഷ്കർ-ഇ-തൊയ്ബയുടെ മുൻനിര നേതാക്കളും ഇന്ത്യയിലെ വിവിധ ഭീകരാക്രമണങ്ങളുടെ സൂത്രധാരന്മാരുമായിരുന്ന പല പ്രമുഖരും പാകിസ്ഥാനിൽ വെച്ച് ദുരൂഹമായ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 2008 മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ ആസൂത്രകരിൽ ഒരാളായ സാജിദ് മിറും കറാച്ചിയിൽ വെച്ച് വെടിയേറ്റു മരിച്ച ഷാഹിദ് ലത്തീഫും ഈ പട്ടികയിൽപ്പെടുന്നു. ഇത്തരത്തിലുള്ള ഉന്നത നേതാക്കളുടെ വധം ലഷ്കർ-ഇ-തൊയ്ബയുടെ സംഘടനാ സംവിധാനത്തെ താറുമാറാക്കിയിട്ടുണ്ട്. സംഘടനയ്ക്കുള്ളിൽ പ്രതിസന്ധിയും കടുത്ത അവിശ്വാസവുമാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്. ഭീകരവാദികളെ സംരക്ഷിക്കുകയും ഒളിത്താവളങ്ങൾ ഒരുക്കി നൽകുകയും ചെയ്യുന്ന പാകിസ്ഥാന്റെ ഇരട്ടത്താപ്പ് നയങ്ങളാണിപ്പോൾ അവർക്ക് തന്നെ തിരിച്ചടിയായിരിക്കുന്നത്. സ്വന്തം മണ്ണിൽ നടക്കുന്ന ഇത്തരം കൊലപാതകങ്ങളെക്കുറിച്ച് എന്ത് പറയണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് പാക് സർക്കാരും സൈന്യവും. അന്താരാഷ്ട്ര തലത്തിൽ കടുത്ത സമ്മർദ്ദം നേരിടുന്നതിനാലാണ് സ്വന്തം രാജ്യത്തിനുള്ളിൽ ഭീകരർ വെടിയേറ്റു മരിക്കുന്നത്. ഇത് പാകിസ്ഥാന്റെ ആഭ്യന്തര സുരക്ഷാ പാളിച്ചകളുടെ നേർക്കാഴ്ചയാണ്. ഭീകരർ കൊല്ലപ്പെടുമ്പോൾ അതിനെ മതത്തിന്റെ പേരിൽ ചിത്രീകരിക്കാനും അന്താരാഷ്ട്ര തലത്തിൽ അനുകമ്പ പിടിച്ചുപറ്റാനുമാണ് പാക് കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നത്. എന്നാൽ ഭീകരവാദത്തിന് മതമില്ലെന്നും അത് മനുഷ്യരാശിക്കെതിരെയുള്ള കുറ്റകൃത്യമാണെന്നും ലോകരാജ്യങ്ങൾ ഇതിനകം തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. ഇന്ത്യക്കെതിരെ നിരന്തരം വിദ്വേഷ പ്രചാരണങ്ങൾ നടത്തുന്ന ഇത്തരം സംഘടനകളുടെ തനിനിറം ഇപ്പോൾ ലോകത്തിനു മുന്നിൽ വ്യക്തമായി കഴിഞ്ഞു. ഇരവാദത്തിലൂടെ രക്ഷപ്പെടാമെന്ന അവരുടെ മോഹവും ഇതോടെ പൊളിഞ്ഞിരിക്കുകയാണ്. ജമ്മു കാശ്മീരിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ശക്തമായ വികസന സുരക്ഷാ നടപടികളെ തുടർന്ന് ഭീകരവാദത്തിന്റെ വേരുകൾ അറ്റുപോകുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. താഴ്വരയിൽ സമാധാനവും സാധാരണ ജീവിതവും തിരികെ വന്നതോടെ കാശ്മീരിൽ വേരൂന്നാൻ കഴിയാതെ ലഷ്കർ-ഇ-തൊയ്ബ പോലുള്ള സംഘടനകൾ പാകിസ്ഥാനിലിരുന്ന് പുതിയ പദ്ധതികൾ മെനയാൻ ശ്രമിച്ചെങ്കിലും അതും പരാജയപ്പെടുകയാണ്. സ്വന്തം താവളങ്ങളിൽ പോലും സുരക്ഷിതരല്ലാതായതോടെ അവരുടെ മാനസികാവസ്ഥ പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. ലഷ്കർ നേതാവ്
റിസ്വാൻ ഹനീഫിന്റെ വെളിപ്പെടുത്തലുകളടങ്ങിയ വീഡിയോ ദൃശ്യങ്ങൾ രാജ്യത്തിനകത്തും പുറത്തും വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. ഭീകരവാദ സംഘടനകൾ പോലും തങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന തിരിച്ചടികളെക്കുറിച്ച് പരസ്യമായി സമ്മതിക്കാൻ നിർബന്ധിതരായിരിക്കുന്നു എന്നത് ഇന്ത്യയുടെ കരുത്തിന്റെ തെളിവായിട്ടാണ് ജനങ്ങൾ വിലയിരുത്തുന്നത്. നവമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിപ്പിക്കുന്ന ഈ വാർത്തകൾ പാക് പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഭീകരവാദ ശൃംഖലകൾക്ക് ഏറ്റിരിക്കുന്ന വലിയൊരു പ്രഹരം കൂടിയാണ്. ഇന്ത്യക്കെതിരെ കനത്ത വെല്ലുവിളികൾ ഉയർത്തിയ ഭീകരവാദ സംഘടനകൾക്ക് ഇന്ന് സ്വന്തം മണ്ണിൽ തന്നെ അഭയം കിട്ടാത്ത സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് രാജ്യത്തിന്റെ സുരക്ഷാ മുന്നേറ്റത്തിന്റെ വിജയം കൂടിയാണ്. രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന ഒരു ശക്തിയോടും വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന ശക്തമായ സന്ദേശമാണ് ഈ സംഭവങ്ങൾ നൽകുന്നത്. രാജ്യസ്നേഹികളായ ഓരോ പൗരനും അഭിമാനിക്കാവുന്ന രീതിയിലുള്ള മാറ്റങ്ങളാണ് ദേശീയ സുരക്ഷാ രംഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ സുരക്ഷാ സേനകളെയും നിരപരാധികളായ പൗരന്മാരെയും ലക്ഷ്യമിട്ട് പതിറ്റാണ്ടുകളായി ഭീകരാക്രമണം നടത്തുന്നവർ സ്വന്തം താവളങ്ങളിൽ പോലും സുരക്ഷിതരല്ല എന്ന ഭയം ഇപ്പോൾ പാക് മണ്ണിൽ പൂർണ്ണമായി പടർന്നിരിക്കുകയാണ്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ തന്ത്രപരമായ നീക്കങ്ങളെയും രഹസ്യ ഓപ്പറേഷനുകളെയും ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഈ അജ്ഞാത ആക്രമണങ്ങൾ നടക്കുന്നത്. പാക് അധിനിവേശ കാശ്മീരിൽ പോലും തങ്ങളുടെ പ്രവർത്തകർക്ക് സമാധാനത്തോടെയും ശാന്തതയോടെയും ജീവിക്കാൻ സാധിക്കുന്നില്ല എന്നും ഇന്ത്യൻ ഏജന്റുകൾ തങ്ങളുടെ ആളുകളെ വധിക്കുകയാണെന്നും ഹനീഫ് അവകാശപ്പെടുന്നു. എപ്പോൾ വേണമെങ്കിലും തങ്ങൾക്ക് നേരെ വെടിയുണ്ടകൾ പാഞ്ഞെത്താമെന്ന ഭീതിയിലാണ് ഭീകര നേതാക്കൾ കഴിഞ്ഞുകൂടുന്നത്. ഭീകരർ കൊല്ലപ്പെട്ടതിനെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ മറ്റ് മതവിഭാഗങ്ങളെ ലക്ഷ്യമിട്ട് അങ്ങേയറ്റം വിദ്വേഷകരവും പ്രകോപനവുമായ പരാമർശങ്ങളും ഇയാൾ പ്രസംഗത്തിൽ നടത്തിയിട്ടുണ്ട്. കേവലം മതവിശ്വാസത്തിന്റെ പേരിലാണ് തങ്ങൾ ലക്ഷ്യമിടുന്നതെന്ന് വരുത്തി തീർക്കാനും അന്താരാഷ്ട്ര തലത്തിൽ അനുകമ്പ പിടിച്ചുപറ്റാനുമാണ് ഭീകര സംഘടന ഇതിലൂടെ ശ്രമിക്കുന്നത്. പാകിസ്ഥാൻ പലപ്പോഴായി ഇന്ത്യക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുകയും അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്തെങ്കിലും ഇന്ത്യ ഈ ആരോപണങ്ങളെല്ലാം മുൻപേ തന്നെ ശക്തമായി നിഷേധിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ മണ്ണിൽ രക്തച്ചൊരിച്ചിൽ നടത്തുന്ന ഭീകരരെ സംരക്ഷിക്കുന്ന പാകിസ്ഥാന്റെ ആഭ്യന്തര പരാജയമാണിതെന്നാണ് ഇന്ത്യൻ നയതന്ത്രജ്ഞരുടെ വിലയിരുത്തൽ. 80കളുടെ അവസാനത്തിൽ ഹാഫിസ് മുഹമ്മദ് സയ്യിദ്, സഫർ ഇക്ബാൽ, അബ്ദുള്ള അസം എന്നിവർ ചേർന്നാണ് ലഷ്കർ-ഇ-തോയ്ബ എന്ന ഭീകര പ്രസ്ഥാനത്തിന് രൂപം നൽകിയത്. സോവിയറ്റ് അഫ്ഗാൻ യുദ്ധകാലത്ത് രൂപം കൊണ്ട ഈ ഒരു സംഘടന പിന്നീട് ജമ്മു കാശ്മീരിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഇന്ത്യയിൽ നിരവധി ചോരക്കളി നടത്തുകയും ചെയ്തു. നിലവിൽ ഇന്ത്യ, അമേരിക്ക, ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള പ്രമുഖ ലോകരാജ്യങ്ങളും ഐക്യരാഷ്ട്ര സഭയും ലഷ്കർ-ഇ-തോയ്ബയെ ആഗോള ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. സംഘടനയുടെ തലവൻ ഹാഫിസ് സയ്യിദിനെ അന്താരാഷ്ട്ര ഭീകരനായി പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ലഷ്കർ-ഇ-തോയ്ബയുടെ പ്രമുഖ നേതാവിന്റെ ഈ ഒരു പരസ്യ വെളിപ്പെടുത്തലുകൾ പാക് സർക്കാരിനും ISIക്കും വലിയ രീതിയിലുള്ള അന്താരാഷ്ട്ര നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പാകിസ്ഥാന്റെ മണ്ണിൽ പോലും ഭീകരർക്ക് ഇനി സുരക്ഷിതമായി ഒളിച്ചിരിക്കാനാകില്ലെന്ന ശക്തമായ മുന്നറിയിപ്പാണ് ഈ സംഭവങ്ങൾ നൽകുന്നത്. രാജ്യത്തിന്റെ സുരക്ഷയെ കരുത്തുറ്റതാക്കുന്ന ഈ ഒരു ചരിത്രപരമായ നീക്കങ്ങൾക്കെതിരെ ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങളും ശക്തമായ ചർച്ചകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭീകരവാദത്തിന്റെ വേരറുക്കുന്ന ഇത്തരം കർശന നടപടികൾ വരും ദിവസങ്ങളിലും തുടരുമെന്നാണ് പ്രതിരോധ മേഖലകളിലെ വിദഗ്ധർ വിലയിരുത്തുന്നത്. പാകിസ്ഥാന്റെ സൈന്യവും രഹസ്യാന്വേഷണ ഏജൻസിയായ ISIയും എത്രയൊക്കെ സുരക്ഷകൾ ഒരുക്കിയാലും അജ്ഞാത തോക്കുധാരികളുടെ കയ്യിൽ നിന്ന് രക്ഷയില്ലെന്ന തിരിച്ചറിവിലാണ് ഭീകര നേതാക്കൾ. വൻ സുരക്ഷാ സന്നാഹങ്ങളുടെ മാളങ്ങളിൽ ഒളിച്ചിരിക്കുന്ന പ്രമുഖ കമാൻഡർമാർ പോലും ഇപ്പോൾ പുറത്തിറങ്ങാൻ ഭയക്കുകയാണ്. ചുരുക്കത്തിൽ ഇന്ത്യക്കെതിരെ വർഷങ്ങളോളം ഭീകരത വളർത്തിയ പാകിസ്ഥാന്റെ മണ്ണിൽ ഇപ്പോൾ ഭീതിയുടെ വിത്ത് പാകിയിരിക്കുന്നത് ഈ അജ്ഞാത ആക്രമണങ്ങളാണ്. ലഷ്കർ-ഇ-തോയ്ബ നേതാവിന്റെ ഈ പരസ്യ വെളിപ്പെടുത്തൽ പാക് സർക്കാരിനും ISIക്കും വലിയ രീതിയിലുള്ള അന്താരാഷ്ട്ര നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ വാർത്തയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.